ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കാണുകയാണ് പൊരി. ഇപ്പോൾ എല്ലാവരും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് ഓച്ചറയിൽ പോയിട്ട് എല്ലാവരും വാങ്ങിച്ചു കാണും. ഓച്ചറ അമ്പലത്തിലൊക്കെ ശബരിമലയിൽ നിന്നും ഒക്കെ വരുന്നതിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ വേൽപൂരി അതിനുവേണ്ടി ഒരു ഡിഷ് ഉണ്ടാക്കാനാണ്. ആദ്യം അപ്പോൾ നമ്മൾ ഒരു പൊരി എടുത്തിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് ആവശ്യമുള്ള അത്രയും ഇടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ മല്ലിയില, തക്കാളി, പിന്നെ സവാളയും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഉപ്പ്, പിന്നെ ഓയിലും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിയില ആഡ് ചെയ്യുവാണ്. ഇപ്പം നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വേൽപൂരിയുടെ വീഡിയോ ആണ്, റെസിപ്പി. അടിപൊളി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി ആദ്യം നമ്മൾ സ്പൂൺ എടുത്തിട്ട് ആവശ്യമുള്ളത്ര ഉപ്പാണിരുന്നത്. ഞാനിതാ 2 ടേബിൾ സ്പൂൺ ഇട്ടു. അപ്പോൾ നമ്മളിനി ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും മുളക് പൊടി ഇടാവുന്നതാണ്. നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് മുളക് പൊടി ഇടാവുന്നത്. ഞാൻ വലിയതായിട്ട് മുളക് പൊടി ഇടുന്നില്ല. വലുതായിട്ട് എനിക്ക് മുളകൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നമ്മൾ നാരങ്ങ എടുത്ത് പിഴിഞ്ഞ് ഒഴിക്കുന്നതാണ്. ഞാൻ ആദ്യം നാരങ്ങ എടുത്തിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഫുൾ എടുക്കാവുന്നതാണ്. ഇനി നമ്മളത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എണ്ണ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല കൂട്ടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് ഏറ്റവും ആവശ്യമുള്ള നല്ല ശക്തിക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇടാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.